അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കാണാം. നമുക്കറിയാം 2025 അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. പലരും ഈ വർഷത്തിലായിരിക്കും സക്സസ് ആയിട്ടുണ്ടായിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കഴിയാനായി. ഇനി എന്തായാലും ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി അടുത്ത വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പഴയൊരു കഴിവാണ് ഈ ഒരു പെയിൻ്റ് അടിക്കുക, ഡ്രോയിങ് ചെയ്യുക, ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതിനൊക്കെ നമുക്ക് പൊടി തട്ടിയെടുക്കാം. പലരും ഈ ഒരു വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഈ ഒരു വർഷത്തിൻ്റെ അവസാനം എൻ്റെ പഴയ കഴിവുകളൊക്കെ പൊടി തട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ തുടങ്ങിയാണ് എൻ്റെ പെയിൻറ്റിങ് മാത്രമല്ല, ഇനി ഈ ചാനലിൽ കുറച്ച് DIYസും ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ പലതരം കളർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരയ്ക്കുക, അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക തരം ഫീൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത് സാധാരണ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. ഒരു സൂര്യൻ, ഒരു വീട്, ഒരു വഴി, കുറച്ച് കാക്ക, കുറച്ച് ചെടി, കുറച്ച് പൂവ്, അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് ചെയ്യാം. കുറേ കാലത്തിന് ശേഷം പെയിൻറ്റ് ബ്രഷും പെയിൻറ്റൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സും ഉണ്ട്, അതിൻ്റെതായ പോരായ്മകളും ഇതിലുണ്ട്. ഞാൻ എന്തായാലും ഒരു പ്രോ ആയിട്ടുള്ളൊരു ഡ്രോയറോ പെയിൻറ്ററോ ഒന്നുമല്ല, ഒരു സാധാരണ ഒരാളാണ്. എൻ്റെ കഴിവുകളൊക്കെ മാക്സിമം ഞാൻ പുറത്തേക്ക് എടുക്കും. എൻ്റെ മാക്സിമം എഫോർട്ട് ഞാൻ എടുത്തിട്ട് ഈ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് നല്ലോണം വരയ്ക്കാൻ അറിയുന്നവരും നല്ലോണം പെയിൻറ്റ് ചെയ്യുന്നവരും വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ഇതെൻ്റെ ചെറിയൊരു കഴിവാണ്. ആ ഒരു ചെറിയൊരു കഴിവ് ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് എടുത്തു. പിന്നെ ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് ഒരു സാധാ ഒരു നോട്ട്ബുക്കിലാണ്, ഒരു A4 സൈസ് നോട്ട്ബുക്കിലാണ്. അല്ലാതെ വേറൊരു ക്യാൻവാസിലോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്കിലോ ഒന്നുമല്ല ചെയ്യണത്. അപ്പോൾ പേപ്പർ ആയതിൻ്റെ അതിൻ്റെ ചെറുതായിട്ടുള്ള പോരായ്മകളുണ്ട്. ശരിയാക്കാം, വഴിയെ നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാം. ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ എനിക്കൊക്കെ അപ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാൻ കുറച്ചും കൂടിയും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് റിക്കവർ ആവായിരുന്നു. പക്ഷേ അന്നൊന്നും അത് ചെയ്തിരുന്നില്ല. നല്ലോണം മടി പിടിച്ചിരുന്നു. ഈ ഫോണിൽ സ്ക്രോൾ ചെയ്ത് റീൽ കണ്ട് അങ്ങനെ ഇരുന്നിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സമയവും ബോധവും കാലവും ഒതിച്ചത്. ഞാൻ കുറച്ച് ലേറ്റ് ആയതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ല അല്ലേ? ഓരോന്നിനും അതിൻ്റേതായ സമയവും കാലവും ഇല്ലേ? അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഒരു കയ്യിൽ എൻ്റെ ഫോണും മറ്റേ കയ്യിൽ പെയിൻറ്റ് ബ്രഷും യൂസ് ചെയ്തിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സാധാ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഐഫോണിൽ കിട്ടുന്ന ക്ലാരിറ്റിയും ക്ലിയറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സാരമില്ല, നമുക്ക് വഴിയെല്ലാം ശരിയാക്കിയെടുക്കാം. ഞാനൊരു ഉച്ച സമയത്താണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൺലൈറ്റും ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ തുടങ്ങിയതും സൂര്യൻ എങ്ങോട്ടാ പോയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വന്നും പോയി നിൽക്കും. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ലൈറ്റിങ് എല്ലാം കൊളായെന്ന്. എൻ്റെ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോയിൽ ധാരാളം പോരായ്മകളുണ്ടായിരിക്കും. നമുക്കത് പയ്യനെ ശരിയാക്കിയെടുക്കാം അല്ലേ? ഈ ഒരു പെയിൻറ്റിങ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? കുറേ കാലമായില്ലേ ഈ പനിക്കൊക്കെ നിന്നിട്ട് എന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.